ഹമാസ് ഇസ്രായേലി ബന്ദികളോട് കരുണയുള്ളവരാണെന്നും മാന്യമായാണ് പെരുമാറുന്നത് എന്നുമുള്ള അവകാശവാദങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ് ഹമാസിന്റെ തടവിൽ നിന്ന് മടങ്ങിയെത്തിയ അമിത് സൂസാന. ഗാസയിൽ ഹമാസ് പിടിയിൽ താൻ അനുഭവിച്ച സങ്കൽപ്പിക്കാനാവാത്ത യാതനകളെക്കുറിച്ച് പറഞ്ഞ വിവരണങ്ങൾ. കൈകാലുകൾ കൂട്ടിക്കെട്ടി തലക്കീഴായി തൂക്കി നിർത്തി ടേപ്പ് വെച്ച് മൂടി വടികൊണ്ട് അടിച്ചതായുള്ള കൈപ്പേറിയ ഓർമ്മകളാണ് അമിത് സൂസാന പങ്കുവച്ചിരിക്കുന്നത്. തീവ്രവാദികളിൽ അമീർ എന്നു പേരായ ഒരാൾ ഇസ്രായേലിലെ ഹദാസ ആശുപത്രിയിൽ നേത്ര അർബുദത്തിന് സ്വന്തം മകളെ ചികിത്സിച്ച് ഇസ്രായേലിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയ കാര്യം എടുത്തുപറഞ്ഞ് ക്രൂരത തുറന്നുവിട്ടത് അമിത് വേദനയോടെ ഓർമ്മിച്ചു. 2023 നവംബറിൽ ഹമാസുമായുള്ള ആദ്യ ബന്ദിമോചന വെടിനിർത്തൽ കരാറിൽ മോചിപ്പിക്കപ്പെട്ട അമിത് സൂസാന ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയച്ച 4 ബന്ദികളിലൊരാളായ ലിറി അൽബാഗ് തന്റെ ജീവൻ തടവിൽ വെച്ച് രക്ഷിച്ചതായും പറഞ്ഞു. സൂസാന ഒരു IDF ഉദ്യോഗസ്ഥയല്ലെന്ന് അൽബാഗ് തീവ്രവാദികളെ ബോധ്യപ്പെടുത്തിയതോടെ തീവ്രവാദികൾ തന്നെ കൊല്ലാതെ വിട്ടതായും ചാനൽ 12 സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ അമിത് പറഞ്ഞു. തടവിലായതിന്റെ ആദ്യ 3 ആഴ്ചകളിൽ ഒരു അപ്പാർട്ട്മെന്റിൽ 2 പേർക്ക് നടുവിൽ ഒറ്റയ്ക്ക് പാർപ്പിച്ചതും ഒരു മൃഗത്തെപ്പോലെ കാലുകൾ ലോഹച്ചങ്ങലകൊണ്ട് ബന്ധിച്ചതും സൂസാന ഓർത്തെടുത്തു. തീവ്രവാദികളിൽ ഒരാളിൽ നിന്ന് നേരിട്ട ലൈംഗിക അതിക്രമവും അവൾ പങ്കുവയ്ക്കുകയുണ്ടായി. കൈക്കാലുകൾ ബന്ധിക്കപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ തന്നെ ലൈംഗികമായി ദുരുപയോഗിച്ചതും ശുചിമുറി ഉപയോഗിക്കവെ കയറിവന്ന് തോക്കിൻ മുനയിൽ ബലാത്സംഗം ചെയ്തതും അവൾ വിവരിക്കുകയുണ്ടായി. താൻ ചെയ്ത കാര്യങ്ങൾ ഇസ്രായേലിനോട് പറയരുതെന്ന് തീവ്രവാദി ആവശ്യപ്പെട്ടതായും സൂസാന പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഗാസയിലേക്ക് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ഹമാസ് ഭീകരരെ അമിത് സൂസാന ചെറുക്കുന്നതായുള്ള ദൃശ്യങ്ങൾ വൈറലായിരുന്നു.